ബാക്ക് ടു സ്കൂൾഷിപ്പ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് SCERT ക്ലാസ് 7 ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ എ ട്രിപ്പ് ടു എ ഹോട്ട് സ്പ്രിംഗ് എന്ന ചാപ്റ്റർ ആണ്. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ക്ലാസ്സുകൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഒപ്പം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. തെത്സുഗോ കുറോയാനഗി എന്ന ജാപ്പനീസ് റൈറ്ററുടെ ടോട്ടോ ചാൻ ദ ലിറ്റിൽ ഗേൾ അറ്റ് ദ വിൻഡോ എന്ന ബുക്കിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് നാം പഠിക്കാൻ പോകുന്ന എ ട്രിപ്പ് ടു എ ഹോട്ട് സ്പ്രിംഗ് എന്ന എക്സെർപ്റ്റ്. ഓതറെ ഒന്ന് പരിചയപ്പെടാം. തെത്സുഗോ കുറോയാനഗി. ടോട്ടോ ചാൻ എന്ന കൃതിയിലൂടെയാണ് തെത്സുഗോ കുറോയാനഗി എന്ന ജാപ്പനീസ് റൈറ്റർ പ്രസിദ്ധയാവുന്നത്. അവരൊരു എഴുത്തുകാരി മാത്രമല്ല, ഒരു ആക്ട്രസും ടെലിവിഷൻ അവതാരകയും ഒക്കെയാണ്. അതുപോലെ തന്നെ വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചറിന്റെ അഡ്വൈസർ ആയിട്ടും അതുപോലെ യൂണിസെഫിന്റെ ഗുഡ് വിൽ അംബാസിഡർ ആയിട്ടുമൊക്കെ അവര് സെർവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് കടക്കാം. എ ട്രിപ്പ് ടു എ ഹോട്ട് സ്പ്രിംഗ്. Summer vacation came to an end, and the day of the trip to the hot spring resort finally arrived. സമ്മർ വെക്കേഷൻ അവസാനിക്കാറാവുകയാണ്. അതോടൊപ്പം ഹോട്ട് സ്പ്രിംഗ് റിസോർട്ടിലേക്കുള്ള യാത്രയ്ക്കുള്ള ദിവസവും അങ്ങനെ എത്തിച്ചേർന്നിരിക്കുകയാണ്. For the students, it was the most important event at Tomo. കുട്ടികളെ സംബന്ധിച്ച്, വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ടോമോയിലെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഈവന്റ് ആയിരുന്നു ഒരു ട്രിപ്പ് എന്ന് പറയുന്നത്. ടോമോ എന്നത് ഈ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിന്റെ പേരാണ്. ഓക്കെ, the trip was to a seaside school at a place called Toi on the Izu Peninsula in Shizuoka. കുട്ടികൾ പോകുന്ന ട്രിപ്പ് ഒരു സീസൈഡ് സ്കൂളിലേക്കാണ്. കടലിന്റെ സമീപത്ത് പ്രവർത്തിക്കുന്ന ഒരു സ്കൂളിലേക്കാണ്. ഈ സ്കൂൾ പ്രവർത്തിക്കുന്നത് ഇസു പെനിൻസുലയിലെ ടോയ് എന്ന സ്ഥലത്താണ്. ഓക്കെ, അപ്പോ ഷിസൂക്ക എന്ന സ്ഥലത്താണ് ഈ പെനിൻസുല ഉള്ളത്. ഇസു പെനിൻസുല എന്നാണ് പെനിൻസുലയുടെ പേര്. പെനിൻസുല എന്ന് പറഞ്ഞാൽ അത് ഉപദ്വീപ് എന്നാണ് നമ്മൾ പറയുക. ഒരു പ്രദേശം അതിന്റെ 3 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ടാണ് ഇരിക്കുന്നത്. ഒരു ഭാഗം മാത്രം കരയാൽ ചുറ്റപ്പെട്ടിരിക്കും. അതിനെയാണ് ഒരു പെനിൻസുല എന്ന് പറയുന്നത്. ഇന്ത്യ ഒരു പെനിൻസുലയാണ്. There was a hot spring right in the sea. ഇനി ഈ ഒരു കടലിൽ ഒരു പ്രത്യേകതയുണ്ട്. അവിടെ ഒരു മേജർ അട്രാക്ഷൻ ഉണ്ട്. അതാണ് ഈ ഹോട്ട് സ്പ്രിംഗ്. ഒരു ചൂട് നീരുറവയുണ്ട് ഈ ഒരു കടലിൽ. Where the children could both swim and take a hot bath. അപ്പൊ കുട്ടികൾക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് അവിടെ സ്വിം ചെയ്യാനും അതുപോലെ തന്നെ ചൂടുവെള്ളത്തിൽ ഒരു കുളിയൊക്കെ നടത്താനൊക്കെ ആയിട്ട് സാധിക്കും. അപ്പോൾ കുട്ടികളെല്ലാവരും എന്താണ്, സ്വാഭാവികമായിട്ടും എക്സൈറ്റഡ് ആയിരിക്കും അല്ലേ. നോക്കാം. The trip would last 3 days and 2 nights. അപ്പൊ എത്ര ദിവസത്തെ ട്രിപ്പാണ്? 3 ദിവസവും അതുപോലെ തന്നെ 2 നൈറ്റുമാണ് ട്രിപ്പ് ഉദ്ദേശിക്കുന്നത്. One of the students' father had a vacation home there where all 50 of the Toma students from the 1st to 6th grades could stay. അപ്പോ ഈ സ്റ്റുഡൻസിന്റെ ഇടയിൽ ഒരു കുട്ടിയുടെ അച്ഛന് ഈ സ്ഥലത്ത് എന്തൊരു വെക്കേഷൻ ഹോം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ പോകുന്ന കുട്ടികൾക്ക് 50 സ്റ്റുഡൻസ് ആണ് പോകുന്നത്. 1 തൊട്ട് 6 വരെ ക്ലാസ്സുകളിലായിട്ട് പഠിക്കുന്ന 50 സ്റ്റുഡൻസ് പോകുന്നുണ്ട്. അവരെ എല്ലാം അവിടെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു വെക്കേഷൻ ഹോമും ഉണ്ട്. ഓക്കെ, ടോട്ടോ ചാൻ റിയലി ഡിഡ് നോട്ട് നോ ഇഫ് ഹർ മദർ വുഡ് ലെറ്റ് ഹർ ഗോ. അപ്പൊ ടോട്ടോ ചാന് ഒരു സംശയം ഉണ്ടായിരുന്നു, അവളുടെ അമ്മ അവളെ ഒരു ട്രിപ്പിന് വിടുമോ എന്ന കാര്യത്തില്. Mom, may I go for the trip? She asked hesitantly. അപ്പോൾ അങ്ങനെ ഒരു ഡൗട്ട് ഉള്ളത് കൊണ്ട് അവള് വളരെ മടിച്ച് ഹെസിറ്റന്റ്ലി എന്ന് പറഞ്ഞാൽ മടിയോടെ എന്നാണ്. ഓക്കെ, മടിയോടെ അമ്മയോട് ചോദിച്ചു, അമ്മേ ഞാൻ ട്രിപ്പിന് പൊക്കോട്ടെ. But her mother had already got the headmaster's letter and made up her mind to let Toto Chan. അപ്പോൾ അമ്മ പക്ഷേ ഓൾറെഡി ടോട്ടോനെ ഈ ട്രിപ്പിന് വിടാനായിട്ട് ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഹെഡ് മാസ്റ്ററുടെ ലെറ്റർ കിട്ടിയപ്പോൾ തന്നെ അമ്മ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ടോട്ടോ എന്തായാലും ഈ ട്രിപ്പിന് പോകണമെന്ന്. അപ്പോ ടോട്ടോ ചോദിക്കുന്നതിന് മുൻപ് തന്നെ അമ്മ എന്താണ്, അവളെ വിടാനായിട്ട് റെഡി ആയിരുന്നു. Now then, said the headmaster when they had all assembled to start the trip. അങ്ങനെ ട്രിപ്പ് പോകുന്ന ദിവസം വന്നെത്തി. അപ്പോൾ എല്ലാ കുട്ടികളെയും അസംബിൾ ചെയ്തിരിക്കുകയാണ്, വിളിച്ചു ചേർത്തിരിക്കുകയാണ്. എന്നിട്ട് ഹെഡ് മാസ്റ്റർ പറയാണ്, We are traveling by train and by ship and I don't want any of you to get lost. നമ്മൾ ട്രെയിനിലും അതുപോലെ തന്നെ ഷിപ്പിലുമായിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ കുട്ടികളാണ്, അപ്പോൾ നിങ്ങൾ ആരും നഷ്ടപ്പെട്ടു പോകാതെ, മിസ്സായി പോവാതെ ഇരിക്കേണ്ട ആവശ്യകതയുണ്ട്. നിങ്ങൾ ആരും നഷ്ടപ്പെട്ടു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഡു യു അണ്ടർസ്റ്റാൻഡ്? നിങ്ങൾക്ക് മനസ്സിലായോ? ഓൾ റൈറ്റ്, ഓഫ് വി ഗോ. അപ്പൊ ശരി, നമുക്ക് നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാം. That was the only instruction he gave. Yet the children were amazingly well behaved in the train. അപ്പോൾ ഹെഡ് മാസ്റ്റർ
ഈ ഒറ്റ കാര്യം മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. വേറെ കൂടുതൽ നിർദ്ദേശങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ കുട്ടികൾ എല്ലാവരും അമേസിംഗ്ലി വെൽ ബിഹേവ്ഡ് ആയിരുന്നു എന്നാണ് പറയുന്നത്. അത്ഭുതകരമാം വിധം നല്ലപോലെ പെരുമാറി എന്നാണ് പറയുന്നത്. ട്രെയിനിൽ nobody ran up and down the cars and the only talking was done quietly among those sitting next to each other. അപ്പോൾ ട്രെയിനിലെ ബോഗീസിനെയാണ് ഇവിടെ കാസ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ബോഗീസിൽ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുകയൊന്നും ചെയ്തില്ല. അവർ സംസാരിച്ചത് തന്നെ തൊട്ടടുത്തിരിക്കുന്ന ആളുകളോട് വളരെ ശാന്തമായിട്ട്, അങ്ങനെ ഒച്ചപ്പാട് ബഹളവും ഒന്നും ഉണ്ടാക്കാതെ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടാണ് കുട്ടികൾ എല്ലാവരും ആ ട്രെയിൻ ജേർണിയിൽ ഉണ്ടായിരുന്നത്. നല്ല കുട്ടികളാണ് അല്ലേ? ഓക്കെ, നമുക്ക് നോക്കാം. The Tomo pupils had never been actually told how to behave in public. ഈ ടോമോയിലെ കുട്ടികൾ, ടോമോ സ്കൂളിലെ കുട്ടികൾ ആരും ഒരിക്കലും എങ്ങനെ പെരുമാറണമെന്ന് പറഞ്ഞു കൊടുത്തു വന്ന കുട്ടികളല്ല. പബ്ലിക്കിൽ, സൊസൈറ്റിയിൽ, പൊതുസമൂഹത്തിൽ എങ്ങനെ പെരുമാറണമെന്ന് അവരെ ആരും പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. ബട്ട് somehow their school life had instilled into them the basics of decency and good behavior. അപ്പോൾ ആരും പറഞ്ഞു കൊടുക്കാതെ തന്നെ അവരുടെ സ്കൂളിൽ നിന്ന് അവർ കുറെ കാര്യങ്ങൾ ഇൻസ്റ്റിൽ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതായത് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു, മനസ്സിലേക്ക് നിറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ്? ഡീസൻസി, മാന്യത, അതുപോലെ തന്നെ ഗുഡ് ബിഹേവിയർ, പെരുമാറ്റം, നല്ല പെരുമാറ്റം. They never bullied others. ഈ കുട്ടികള്, ടോമോയിലെ കുട്ടികൾ ആരെയും ബുള്ളി ചെയ്യുമായിരുന്നില്ല. മറ്റു കുട്ടികളെ മോശം വാക്കുകൾ പറഞ്ഞോ അല്ലെങ്കിൽ ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്യുമായിരുന്നില്ല. നെവർ ടുക്ക് ടു അൺറൂളി ബിഹേവിയർ. ഒരിക്കലും അൺറൂളി ആയിട്ടുള്ള, അതായത് ഇൻഡിസിപ്ലിൻഡ് ആയിട്ടുള്ള, ഡിസിപ്ലിൻഡ് അല്ലാത്ത, അച്ചടക്കമില്ലാത്ത ഒരു ബിഹേവിയർ, പെരുമാറ്റവും കാണിച്ചിട്ടില്ല. പിക്ഡ് അപ്പ് ലിറ്റർ wherever they found it. അതുപോലെ തന്നെ എവിടെയൊക്കെ ലിറ്റർ, ചപ്പ് ചവറുകൾ കണ്ടാലും അതവരെ കുനിഞ്ഞെടുത്ത് എവിടെയാണോ നിക്ഷേപിക്കേണ്ടത് അവിടെ കൊണ്ടേ ഇടുമായിരുന്നു. ആൻഡ് നെവർ annoyed or disturbed others. അതുമാത്രമല്ല മറ്റാരെയും ഒരിക്കലും അനോയ് ചെയ്യുകയോ ഡിസ്റ്റർബ് ചെയ്യുകയോ, അതായത് ശല്യപ്പെടുത്തുകയും ചെയ്യുകയില്ല. അങ്ങനത്തെ നല്ല കുട്ടികളായിരുന്നു ടോമോയിലെ കുട്ടികൾ എന്നാണ് പറയുന്നത്. The biggest surprise was Toto Chan. ഇതിലെ ഏറ്റവും വലിയ സർപ്രൈസ് എന്ന് പറയുന്നത്, അത്ഭുതം എന്ന് പറയുന്നത് ടോട്ടോ ചാൻ ആണ്. ടോട്ടോ ചാന്റെ ബിഹേവിയർ ആണ്. നമുക്ക് നോക്കാം. ഇൻ ഹർ ഓൾഡ് സ്കൂൾ ഷീ ഹാഡ് ഡൺ അൺഇമാജിനബിൾ തിങ്സ്. അവളുടെ പഴയ സ്കൂളിൽ ആർക്കും സങ്കല്പിക്കാൻ പോലും പറ്റാത്ത അത്ര വികൃതിത്തരങ്ങൾ കാണിച്ച കുട്ടിയാണ് ആര്? ടോട്ടോ ചാൻ. നിങ്ങൾ ആ ബുക്ക് വായിക്കുവാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാകും കേട്ടോ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ബുക്കാണ് ടോട്ടോ ചാൻ. എല്ലാവരും നിങ്ങളുടെ സ്കൂൾ ലൈബ്രറിയിലൊക്കെ അത് സെർച്ച് ചെയ്യാം. She would even talk to musicians in the street out of the window in the middle of a class. അപ്പൊ എന്തൊക്കെ വികൃതിത്തരങ്ങളാണ് ടോട്ടോ ചെയ്തുകൊണ്ടിരുന്നതെന്നാണ് പറയുന്നത്. ക്ലാസ്സിനിടയ്ക്ക്, ടീച്ചർ ക്ലാസ് എടുക്കുന്നതിന് ഇടയിൽ തന്നെ സ്ട്രീറ്റിലൂടെ പോകുന്ന മ്യൂസീഷ്യൻസിനോട്, ചിലപ്പോൾ സിംഗേഴ്സും അല്ലെങ്കിൽ പിയാനിസ്റ്റുകളോ വയലിനിസ്റ്റുകളോ അങ്ങനെ ഏതെങ്കിലും ഇൻസ്ട്രുമെന്റ് ഒക്കെ പ്ലേ ചെയ്യുന്ന മ്യൂസീഷ്യൻസ് അതിലെ പോകും. അവരോടൊക്കെ ടോട്ടോ എന്ത് ചെയ്യും? ജനലിലൂടെ സംസാരിക്കുമായിരുന്നു. At Tomo, from her first day, she was attentive in class and did her lessons properly. പക്ഷെ ടോമോ സ്കൂളിൽ എത്തിയതിനു ശേഷം ആദ്യത്തെ ദിവസം തൊട്ട് നമ്മുടെ ടോട്ടോ എങ്ങനെയാണ്? വളരെ അറ്റൻറ്റീവ് ആണ്. ക്ലാസ് ഒക്കെ വളരെ ശ്രദ്ധയോടെ ഇരിക്കുന്ന കുട്ടിയാണ്, അറ്റൻറ്റീവ് ആണ്. അതുപോലെ തന്നെ അവളുടെ ലെസൺസ് എല്ലാം പ്രോപ്പറായിട്ട്, കൃത്യമായിട്ട് ചെയ്യുന്ന കുട്ടിയാണ് ഇവിടെ ടോമോയിൽ എത്തിയതിനു ശേഷം നമ്മുടെ ടോട്ടോ. If any of the teachers from her old school saw her now, അപ്പോ ടോട്ടോയുടെ ഓൾഡ് സ്കൂളിലെ, പഴയ സ്കൂളിലെ ഏതെങ്കിലും ഒരു ടീച്ചർ ഈ ടോട്ടോനെ ഇപ്പൊ കാണുവാണെങ്കിലോ, they would not believe their eyes. അവരുടെ കണ്ണുകളെ പോലും വിശ്വസിക്കില്ല. അത്രമാത്രം ഈ കുട്ടി മാറിയിട്ടുണ്ട്. Surely it's not Toto Chan. അപ്പൊ അവരിങ്ങനെ പറയും, ഇത് ടോട്ടോ ഒന്നും അല്ല, തീർച്ച. അവര് ഇങ്ങനെ തന്നെ പറയും. They would have said it must be somebody else. ഇത് വേറെ ഏതോ കുട്ടിയാണ്, ഇത് ടോട്ടോ ഒന്നും അല്ല എന്നായിരിക്കും നമ്മുടെ പഴയ സ്കൂളിലെ ടീച്ചേഴ്സ് പറയുക എന്നാണ് പറയുന്നത്. നോക്കാം. At Numazu, they embarked on a ship that was just like what they had all dreamed about. അപ്പോൾ ഇവരുടെ ട്രിപ്പിന്റെ ഫസ്റ്റ് പാർട്ടിൽ ഇവർ ട്രെയിനിലാണ് പോയത്. അതിനുശേഷം ഇവര് ന്യൂമാസു എന്ന സ്ഥലത്ത് നിന്നും ഷിപ്പിലേക്ക് കയറിയാണ്. അപ്പോൾ എംബാർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഷിപ്പിലൊക്കെ കയറി നമ്മളൊരു സ്ഥലത്തേക്ക് പുറപ്പെടുന്നതിന് പറയുന്ന ഒരു വാക്കാണ് എംബാർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ന്യൂമാസുവിൽ നിന്ന് ഷിപ്പിൽ കയറുകയാണ്. അപ്പോൾ ഷിപ്പിനെ കുറിച്ച് ഈ കുട്ടികൾക്ക് വളരെയധികം സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. അവരുടെ ഇമാജിനേഷനിൽ കുറേയധികം കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെയായിരുന്നു ഷിപ്പ് എന്നാണ് പറയുന്നത്.
ഇറ്റ് വാസന്റ് എ ബിഗ് ഷിപ്പ്, അത് വലിയൊരു ഷിപ്പൊന്നും ആയിരുന്നില്ല. ബട്ട് ദേ വെയർ ഓൾസോ എക്സൈറ്റഡ് ദാറ്റ് ദേ ഇൻസ്പെക്റ്റഡ് എവറി കോർണർ ഓഫ് ദ ഡെക്ക്. ഈ ഷിപ്പ് വലിയൊരു ഷിപ്പൊന്നും ആയിരുന്നില്ല, പക്ഷെ കുട്ടികളെ സംബന്ധിച്ച് അവരുടെ എക്സൈറ്റ്മെന്റിന് അത് ധാരാളമായിരുന്നു. അതുകൊണ്ട് തന്നെ ഷിപ്പിന്റെ എല്ലാ കോർണറും, ഡെക്കിന്റെ മുകൾ തട്ടിന്റെ എല്ലാ കോർണറും ഈ കുട്ടികൾ എന്താണ് ചുറ്റി നടന്ന് ഇൻസ്പെക്ട് ചെയ്യാണ്, പരിശോധിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കി നോക്കി നടക്കുകയാണ്. പുള്ളിങ് അറ്റ് ആൻഡ് പോക്കിംഗ് ദേ ഹാൻഡ്സ് ഇൻ ടു എവ്രിതിങ്. കാണുന്ന എല്ലാം വലിച്ചു നോക്കുക, അത് എന്താണ് ബട്ടൺസ് ഒക്കെ കണ്ടാൽ ചിലതൊക്കെ കുത്തി നോക്കുക. അങ്ങനെ വളരെ ക്യൂരിയസ് ആയിട്ട് കുട്ടികൾ ഇങ്ങനെ ബിഹേവ് ചെയ്യുകയാണ്. ബട്ട് സൂൺ ദ സീ ബിക്കെയിം റഫ്. പക്ഷെ പെട്ടെന്ന് തന്നെ കടൽ എന്താണ് ക്ഷുഭിതമായി. സീ ബിക്കെയിം റഫ്. ടോട്ടോ ചാൻ ബിഗാൻ ടു ഫീൽ സിക്ക്. അപ്പോ സീ റഫ് ആയപ്പോ ടോട്ടോ ചാൻ എന്താണ് വയ്യായിക തോന്നി. ആസ് ഡിഡ് സം അതേഴ്സ്. മറ്റു ചിലർക്കും ഇതുപോലെ വയ്യായിക തോന്നി. ഓക്കെ. When the ship rocked, one of the older boys stood amidship and ran from one side to the other, saying, "Oops!" അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഷിപ്പ് ഇങ്ങനെ ഇളകി തുടങ്ങി. അപ്പോൾ ഇളകി തുടങ്ങിയപ്പോൾ മുതിർന്ന ഒരു ആൺകുട്ടി ഈ ഷിപ്പിന്റെ നടുവിൽ വന്നിട്ട് ഒരു സൈഡിൽ നിന്ന് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒക്കെ ഓടാനായിട്ട് തുടങ്ങി. ഊപ്സ് എന്നൊക്കെ പറഞ്ഞ് അവൻ വളരെ എക്സൈറ്റഡ് ആയിട്ടാണ്. It was so funny that the children couldn't help laughing even though they felt so seasick. അപ്പൊ മറ്റു കുട്ടികളൊക്കെ എന്താണ് സീസിക് ആയിട്ടിരിക്കുകയാണ്. മുൻപ് പറഞ്ഞല്ലോ ടോട്ടോച്ചാനൊക്കെ ഷിപ്പിൽ കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ അതിന്റെ മൂവ്മെന്റ്സ് കാരണം ഒരു വയ്യായ്ക ഫീൽ ചെയ്തു എന്ന് പറഞ്ഞല്ലോ. വൊമിറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി, അങ്ങനെ കുറേയധികം ഇഷ്യൂസ് അവർക്ക് വരാനായിട്ട് തുടങ്ങിയിരുന്നു. അപ്പൊ ഈ സമയത്താണ് ഒരു മുതിർന്ന ആൺകുട്ടി ഇങ്ങനെ വളരെ എൻജോയ് ചെയ്ത് ഓടുന്നത് അല്ലെ. അപ്പൊ ഇവരുടെ വയ്യായ്കയിലും ഈ മുതിർന്ന കുട്ടി ഇങ്ങനെ കാണിക്കുന്നത് കണ്ടപ്പോൾ ഇവരെന്താണ് നിർത്താതെ ചിരിക്കുകയാണ്. ഓക്കെ, അവർക്ക് ചിരിക്കാതിരിക്കാനായിട്ട് കഴിഞ്ഞില്ല. When they disembarked, the oops boy began to feel sick just when everyone else had recovered and was feeling fine. അപ്പോ മറ്റു കുട്ടികളൊക്കെ ടോട്ടോച്ചാനും മറ്റു കുട്ടികളും ഒക്കെ എന്താണ് ഷിപ്പിലായിരുന്ന സമയത്തായിരുന്നു സീസിക് ആയിരുന്നത്. അവർക്ക് ആ ഒരു കടൽ ചൊരുക്ക്, ഈ ഷിപ്പ് മൂവ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു വൊമിറ്റിംഗ് ടെൻഡൻസിയും അതുപോലെ തന്നെ ഒരു ഡിസിനസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർക്ക് വന്നത് ആ സമയത്തായിരുന്നു, ഷിപ്പിലായിരുന്ന സമയത്താണ്. അപ്പൊ നമ്മുടെ ഊപ്സ് ബോയ് എന്താണ് വളരെ എക്സൈറ്റഡ് ആയിട്ട് ഓടുക ഒക്കെ ആയിരുന്നു അല്ലെ. പക്ഷേ ഇവര് ഡിസംബാർക്ക് ചെയ്ത സമയത്ത്, ഇവര് ഷിപ്പിൽ നിന്ന് പുറത്തിറങ്ങിയ സമയത്ത് നമ്മുടെ ഊപ്സ് ബോയ്ക്ക് എന്താണ് വയ്യായ്കയായി. അപ്പൊ ബാക്കി എല്ലാ കുട്ടികളും ഫൈൻ ആവുകയും ചെയ്തു. ബാക്കി എല്ലാ കുട്ടികളും അവരുടെ ആ വയ്യായ്കയൊക്കെ ഭേദപ്പെടുകയും മാറുകയൊക്കെ ചെയ്തു. The spa at Toy was in a quite beautiful village on the sea, surrounded by wooded hills. അങ്ങനെ ഇവർ ആ റിസോർട്ടിലേക്ക് എത്തുകയാണ്, ടോയിലെ. അപ്പോൾ ഈ റിസോർട്ട് ഇരിക്കുന്നത് വളരെ ശാന്തമായ മനോഹരമായ ഒരു വില്ലേജിലാണ്. ആൻഡ് ഈ വില്ലേജ് കുറേയധികം മരങ്ങളുള്ള ചെറിയ മലകളാലൊക്കെ ചുറ്റപ്പെട്ടിരിക്കുകയാണ്. After a short rest, the teachers took the children down for a swim in the sea. അപ്പോൾ കുറച്ചു നേരം വിശ്രമിച്ചതിന് ശേഷം ടീച്ചേഴ്സ് കുട്ടികളെ കടലിലൊരു നീന്തലിനായിട്ട് കൊണ്ടുപോയി. It wasn't like the swimming pool at school. അപ്പൊ സ്കൂളിലെ സ്വിമ്മിംഗ് പൂൾ പോലെയൊന്നും ആയിരുന്നില്ല അത്. So they wore their swim suits. അതുകൊണ്ട് തന്നെ അവരെന്താണ് അവരുടെ സ്വിം സ്യൂട്ട്സ് എല്ലാം, നീന്തൽ കുപ്പായങ്ങളെല്ലാം എടുത്തണിഞ്ഞു. The hot spring in the sea was most unusual. അപ്പോൾ ഇവർ പോയത് ഒരു ഹോട്ട് സ്പ്രിങ്ങിലേക്കാണ് അല്ലെ, ഒരു ചൂട് നീരുറവയിലേക്കായിരുന്നു. അപ്പോൾ ഈ കടലിലെ ഈ ചൂട് നീരുറവ വളരെ അൺയൂഷ്വൽ ആയിരുന്നു എന്നാണ് പറയുന്നത്, അസാധാരണമായിരുന്നു. ഇറ്റ് വാസ് നോട്ട് എൻക്ലോസ്ഡ്. അപ്പൊ ഈ ഒരു ചൂട് നീരുറവ ഹോട്ട് സ്പ്രിങ് അടച്ചു കെട്ടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. സോ there was no line separating the hot spring from the rest of the sea. അതുകൊണ്ട് തന്നെ ബാക്കി കടലിൽ നിന്ന് ഈ ഹോട്ട് സ്പ്രിങ്ങിനെ തിരിച്ച് എന്തെങ്കിലും സെപ്പറേഷൻ ലൈനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒന്നും വേർതിരിക്കാനുള്ള എന്തെങ്കിലും ലൈനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. If you crouched down where you were told the hot spring was, the hot water came up to your neck. ഇനി ഹോട്ട് സ്പ്രിങ്ങിലെ എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുകയാണ്. ഹോട്ട് സ്പ്രിങ് ഉണ്ട് എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങൾ കുനിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ ഹോട്ട് വാട്ടർ നിങ്ങളുടെ നെക്ക് വരെ എന്താണ് എത്തുമെന്നാണ് പറയുന്നത്. It felt lovely, just like being in a hot bath. അപ്പോ ഈ ഹോട്ട് സ്പ്രിങ്ങിലെ ആ ഒരു എക്സ്പീരിയൻസ് ഒരു ചൂടുവെള്ളത്തിലെ കുളി പോലെയൊക്കെ കുട്ടികൾക്ക് ഫീൽ ചെയ്തു. In those days, the seashore was so deserted. അപ്പോൾ ആ ദിവസങ്ങളിൽ സീഷോർ എന്താണ് കടൽ തീരത്ത് ആളുകൾ ഇല്ലായിരുന്നു, വളരെ കുറച്ച് ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ, വിജനമായിരുന്നു എന്നാണ് പറയുന്നത്.
ഇറ്റ് വാസ് ലൈക്ക് ബീങ് ഓൺ ദെയർ ഓൺ പ്രൈവറ്റ് ബീച്ച്. അതുകൊണ്ട് തന്നെ മറ്റാളുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇത് അവരുടെ പ്രൈവറ്റ് ബീച്ചാണ്, അവരുടേത് മാത്രമായ ഒരു ബീച്ചാണെന്ന് ഒക്കെ തോന്നി. The children reveled in this unusual hot spring sea bathing. അപ്പോൾ വളരെ അസാധാരണമായ ഈ ചൂട് നീരുറവയിലെ ബാത്തിങ് കുട്ടികൾ എല്ലാവരും വളരെയധികം റെവൽ ചെയ്തു, എൻജോയ് ചെയ്തു എന്നാണ് പറയുന്നത്. When they got back to the house in the evening after staying in the water so long, their fingers were a mass of wrinkles. അപ്പോൾ കുറേ സമയം വെള്ളത്തിൽ കളിച്ചും കുളിച്ചും അങ്ങനെ രസിച്ച് വൈകുന്നേരം ഇവര് അവരുടെ സ്റ്റേ ചെയ്യുന്ന റിസോർട്ടിൽ തിരിച്ചെത്തിയ സമയത്ത് ഇവരുടെ എല്ലാം വിരലുകൾ എന്തായിരുന്നു? ആ ചുളിവുകൾ കൊണ്ട് ഇങ്ങനെ കട്ട പിടിച്ച പോലെ ആയിരുന്നു. Each night, once they were tucked into their quilts, the children took turns telling ghost stories. അപ്പോൾ ഓരോ രാത്രിയും അവരുടെ പുതപ്പിനടിയിലേക്ക് ഉറങ്ങാനായിട്ട് കിടക്കുമ്പോൾ കുട്ടികൾ എന്ത് ചെയ്യും? ഓരോരുത്തരായിട്ട് ഗോസ്റ്റ് സ്റ്റോറീസ്, പ്രേതകഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞ് മറ്റുള്ളവരെ പേടിപ്പിക്കും. അതൊരു രസമാണ് അല്ലെ? Toto Chan and the other first graders got so frightened that they cried. അപ്പോൾ ടോട്ടോ ചാനും അവളോടൊപ്പം 1ാം ക്ലാസ്സിലുള്ള മറ്റു കുട്ടികളും ഈ പ്രേത കഥകളൊക്കെ കേൾക്കുമ്പോൾ പേടിച്ചു പോകും. But in spite of their tears, they would ask, and then what happened? പക്ഷേ അവരുടെ കണ്ണീരിനിടയിലും അവർ ചോദിക്കും, എന്നിട്ട് എന്ത് സംഭവിച്ചു, എന്നിട്ട് എന്തുണ്ടായി? അവർക്ക് പേടിയാണ് പ്രേതകഥകൾ കേൾക്കാൻ, പക്ഷെ അതേസമയം അവർക്ക് എക്സൈറ്റ്മെന്റും ഉണ്ട്. ഓക്കെ. Unlike camping inside the school and the bravery test, the 3-day stay at Toy Spa was a real life experience. അപ്പോൾ ഇവരുടെ സ്കൂളിൽ മുൻപ് നടത്തിയിട്ടുള്ള ക്യാമ്പിങ്ങും അതുപോലെ തന്നെ ബ്രേവറി ടെസ്റ്റ്, ധൈര്യ പരീക്ഷയും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിരുന്നു ഈ ടോയ് സ്പായിൽ ഇവരുടെ 3 ദിവസത്തെ താമസം. കാരണം ഇതെന്താണ്? ഒരു റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ആണ്. കുട്ടികളെ സംബന്ധിച്ച് അവരെ ജീവിക്കുകയാണ് അല്ലെ? There was a forest full of cicadas and a shop where you could buy popsicles. അവിടെ സിക്കാഡാസ്, ചീവീടുകൾ നിറഞ്ഞൊരു ഫോറസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെയോ പോപ്സിക്കിൾസിന്റെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. പോപ്സിക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു ലോലിപോപ്പ് ആണ്. പക്ഷേ ലോലിപോപ്പിന്റെ ടോപ്പ് എന്തായിരിക്കും? ഒന്നുകിൽ ഐസ് ആയിരിക്കും അല്ലെങ്കിൽ ക്രീം ആയിരിക്കും. And they met a man on the beach who was building a big wooden boat all by himself. അതുപോലെ തന്നെ ബീച്ചിൽ അവരൊരു വ്യക്തിയെ കണ്ടുമുട്ടി. അയാൾ എന്താണ് ഉണ്ടാക്കുന്നത്? ഒരു ബോട്ടാണ്, മരം കൊണ്ടുള്ള ഒരു ബോട്ട് ഉണ്ടാക്കുന്ന ഒരു വ്യക്തി. ഇറ്റ് വാസ് ഓൾറെഡി ബോട്ട് ഷേപ്പ്. അത് ഓൾമോസ്റ്റ് ബോട്ടിന്റെ ഷേപ്പ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു ഇവർ കാണുമ്പോൾ തന്നെ. ദ ഫസ്റ്റ് തിങ് ഈച്ച് മോർണിംഗ് ദേ ഡിഡ് വാസ് ടു റൺ ഡൗൺ ടു ദ ബീച്ച് ടു സീ ഹൗ മച്ച് മോർ ഹി ഹാഡ് ഡൺ. അപ്പോൾ അവർ ആ ബീച്ചിലുണ്ടായിരുന്ന ഓരോ ദിവസവും രാവിലെ ഇവർ ആദ്യം പോയി നോക്കുന്നത് ഈ ബോട്ടാണ്. എത്രത്തോളം കൂടുതൽ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്, അദ്ദേഹം റെഡി ആക്കിയിട്ടുണ്ട് എന്നിവർ നോക്കുമായിരുന്നു. ദ മാൻ ഗീവ് ടോട്ടോ ചാൻ എ വെരി ലോങ് ആൻഡ് കേളി വുഡ് ഷേവിംഗ്. അപ്പോൾ വുഡൻ ബോട്ടാണ്, മരം കൊണ്ടുള്ള ബോട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്താണ്? അദ്ദേഹത്തിന്റെ എക്യുപ്മെന്റ്സ് ഒക്കെ വെച്ച്, ഉപകരണങ്ങളൊക്കെ വെച്ച് അദ്ദേഹം ഇങ്ങനെ മരത്തെ ചെത്തി റെഡിയാക്കും അല്ലെ? അങ്ങനെ കിട്ടിയ ഒരു വുഡൻ ഷേവിംഗ്, ഒരു മരച്ചുരുള് ഇദ്ദേഹം അവൾക്ക് ടോട്ടോ ചാന് കൊടുത്തു എന്നാണ് പറയുന്നത്. How about a souvenir photograph? Asked the headmaster when they were to leave. അങ്ങനെ അവരവരുടെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് ആ ബീച്ചിൽ നിന്ന് പോരാൻ സമയമായപ്പോൾ നമുക്ക് ഓർമ്മയ്ക്കായിട്ടൊരു ഫോട്ടോ എടുത്താലോ എന്ന് ഹെഡ്മാസ്റ്റർ ചോദിക്കുകയാണ്. They had never had a photograph taken of all of them together and the children were excited at the idea. അപ്പോൾ സ്കൂൾ കുട്ടികൾ എല്ലാവരും ഒരുമിച്ച് ഒരു ഫോട്ടോ ഇതുവരെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഹെഡ്മാസ്റ്റർ അങ്ങനെ പറഞ്ഞപ്പോൾ അവരെല്ലാവരും വളരെയധികം എക്സൈറ്റഡ് ആയി. No sooner was the headmaster ready with his camera than someone had gone to the toilet. അപ്പോൾ ഹെഡ്മാസ്റ്റർ ക്യാമറയൊക്കെ റെഡിയാക്കി വന്നപ്പോഴേക്കും ഒരു കുട്ടി അതാ ടോയ്ലറ്റിലേക്ക് പോയി. Then someone else had his gym shoes on the wrong feet and had to change them around. അപ്പോഴായിട്ട് നോക്കുമ്പോൾ മറ്റൊരു കുട്ടിയുടെ ജിം ഷൂസ് എന്താണ്, കാലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അത് തിരിച്ചിടണം. അങ്ങനെ ഓരോരുത്തരും എന്താണ്, ഓരോ ട്രബിളിൽ നിൽക്കുകയാണ് അല്ലെ? When he finally said, "Is everyone ready?" 1 or 2 of the children were lying on the ground. അങ്ങനെ ഒടുവിൽ നമ്മുടെ ഹെഡ് മാസ്റ്റർ എല്ലാവരും റെഡി ആയോ എന്ന് ചോദിക്കുമ്പോഴും 1 or 2 കുട്ടികൾ എന്താണ്, നിലത്ത് കിടക്കുകയായിരുന്നു. അങ്ങനെ എല്ലാവരും എന്താണ്, പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പോസിലൊന്നും നിൽക്കുകയല്ല അല്ലെ? ഓരോരുത്തരും അവരവരുടെ ബിസിനസ് ആയിട്ട് നിൽക്കുന്നു. They had become tired of holding their poses so long. അതുമാത്രമല്ല, പോസ് ചെയ്ത് നിൽക്കുന്ന കുട്ടികൾ ഇങ്ങനെ കുറെ നേരം പോസ് ചെയ്ത് നിന്നിട്ട് മടുത്തിട്ടുണ്ടായിരുന്നു. It was a big problem getting everyone ready for the photograph.
അപ്പൊ കുട്ടികളെ എല്ലാവരെയും ഒരു ഫോട്ടോയ്ക്ക് വേണ്ടി റെഡിയാക്കി നിർത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. ദ ഹോൾ പ്രോസസ് ടുക്ക് എ വെരി ലോങ് ടൈം. അതുകൊണ്ട് തന്നെ ഒരു ഫോട്ടോ എടുക്കുക എന്ന് പറയുന്നത് ഒത്തിരി സമയം എടുക്കുന്ന ഒരു പരിപാടിയായിരുന്നു അവരെ സംബന്ധിച്ച്. But that photograph, with the sea in the background and each child posing according to his or her fancy, became a treasured possession for each of them. അപ്പോൾ ഓരോ കുട്ടികളും അവരുടെ ഭാവനയ്ക്കനുസരിച്ചാണ് ആ ഫോട്ടോഗ്രാഫിൽ നിന്നത്, അല്ലെ? അപ്പോൾ അതിൻ്റെതായ ഇംപെർഫെക്ഷൻസ് ഒക്കെ ആ ഫോട്ടോഗ്രാഫിന് ഉണ്ടാവും. എല്ലാവരും ഒരേപോലെയൊന്നുമല്ല. ചിലർ അങ്ങോട്ട് നോക്കുന്നു, ചിലർ ഇങ്ങോട്ട് നോക്കുന്നു, ചിലർ നിലത്ത് കിടക്കുന്നു, ചിലർ ഷൂ റെഡിയാക്കുന്നു. അങ്ങനെ പല രീതിയിലാണ്. അങ്ങനെ കുറേ അധികം പോരായ്മകളൊക്കെ ഉണ്ട്. എന്നാലും സീ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് അവരെല്ലാവരും ഒന്നിച്ചുള്ള ആ ഒരു ഫോട്ടോഗ്രാഫ് അവരെല്ലാവരെയും സംബന്ധിച്ച് വളരെയധികം അമൂല്യമായ ഒരു സ്വത്തായിരുന്നു എന്നാണ് പറയുന്നത്. One look at it and memories would flood back. ആ ഒരു ഫോട്ടോഗ്രാഫ് എടുത്ത് ഒന്ന് നോക്കിയാൽ മതി, ഓർമ്മകൾ ഇങ്ങനെ പ്രവഹിച്ചെത്തും. ഒരു വെള്ളപ്പൊക്കം പോലെ ഓർമ്മകൾ ഇങ്ങനെ എത്തുമെന്നാണ് പറയുന്നത്. ടോട്ടോ ചാൻ നെവർ ഫോർഗോട്ട് ദാറ്റ് ഫസ്റ്റ് ഹാപ്പി സമ്മർ വെക്കേഷൻ. ടോട്ടോ ചാനെ സംബന്ധിച്ച് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ ട്രിപ്പും ആ ഒരു സമ്മർ വെക്കേഷനും. അവളെ സംബന്ധിച്ച് അവളുടെ ഫസ്റ്റ് ഹാപ്പി സമ്മർ വെക്കേഷൻ ആയിരുന്നു ഈ ഒരു ട്രിപ്പ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. Hope you have enjoyed the lesson. Happy learning.